ഒന്ന് പറഞ്ഞു തരുമോ? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയാൻ കഴിയില്ല, നമുക്ക് പോകാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. ഞാൻ കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരിക്കലും ഈ റസൂല് കള്ളം പറഞ്ഞിട്ടില്ലെന്ന് നമ്മോട് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ അല്ല, ഉമറുൽ ഫാറൂഖ് അല്ല, നമ്മൾ മിനിഞ്ഞാൻ ഇവിടെ പറഞ്ഞ പോലെ അബൂ സുഫിയാനാണ്. റസൂലിൻ്റെ കൊടിയ ശത്രു പോലും അംഗീകരിച്ചു ഈ റസൂല് കള്ളം പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇത് കള്ളമല്ല, സത്യമാണ്. അല നബിയ്യുൻ ലാ കദിബ്, അന നബിയ്യുൻ ലാ കദിബ്, അന നബിയ്യുൻ ലാ കദിബ്. കള്ളമല്ല, ഞാൻ നബിയാണ്, കള്ളമല്ല, ഞാൻ നബിയാണ്, ഇത് കള്ളമല്ല, ഞാൻ നബിയാണ് എന്ന് ആത്മാർത്ഥമായി ലോകത്തോട് സംസാരിച്ച് തൻ്റെ ഹൃദയം ലോകത്തിന് തുറന്ന് കാട്ടിക്കൊടുത്ത് മതത്തിൻ്റെ താക്കോല് കൊണ്ട് ലോകത്തിൻ്റെ ഖജനാവുകൾ തുറന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോൾ ചുവന്ന നിറമുള്ള ഒരു പുഴ കണ്ടു. ആ പുഴയിൽ ഒരാളിങ്ങനെ മുങ്ങിപ്പൊങ്ങുകയാണ്. ഇങ്ങ് പൊങ്ങി വരുമ്പോഴേക്ക് അയാളുടെ വായിലേക്ക് ഒരാൾ കല്ലെറിയുന്നു. ഇയാൾ വിശന്ന് പൊരിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന രൂപത്തിൽ പിന്നെയും നീന്തി കരപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കല്ല് കൂടി എടുത്തെറിയുന്നു. അങ്ങനെ അയാൾ പിന്നെയും മുങ്ങുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെയും കല്ലെറിയുന്നു. ഈ രംഗം കണ്ട് സഹികെട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ സഹാബത്തെ, ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ കടുംകൈ, എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത്? അവരെന്നോട് പറഞ്ഞു, മിണ്ടണ്ട, പിന്നെ പറയാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. റസൂല് താൻ കണ്ട സ്വപ്നം വിവരിക്കുകയാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പിന്നെയും പറഞ്ഞു. ഞാൻ പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരാളുണ്ട് തീക്കുണ്ടാരത്തിന് ചുറ്റും കിടന്ന് ഓടുന്നു. വലിയ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിന് ചുറ്റുവട്ടത്തൊരാൾ കിടന്ന് ഓടുകയാണ്. ആ ഓടുന്ന മനുഷ്യനെ പറ്റി ചോദിക്കണ്ട, കാണാൻ ഒട്ടും രസമില്ല. വളരെ വിരൂപൻ, വൃത്തികെട്ട രൂപം, പേടിപ്പിക്കുന്ന രൂപം, ഭീകരമായ രൂപം, ക്രൂരമായ മുഖം, ആ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രയാസം. ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? ഇത്ര വിരൂപനായ ഒരു മനുഷ്യനാരാണ്? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയണ്ട, വരൂ, നമുക്ക് പോകാം. കുറച്ചുകൂടി ദൂരത്തെത്തിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. കുറച്ചുകൂടി ദൂരത്തെത്തിയപ്പോൾ രസകരമായ ഒരു പൂന്തോട്ടം കാണുകയാണ്. മനോഹരമായ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്. ആ പൂക്കളുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ്. അതുവരെ കണ്ട രംഗങ്ങൾ ക്രൂരമാണെങ്കിൽ, ഭയാനകമാണെങ്കിൽ, ഇത് ആശ്വാസകരമാണ്, ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. പുഞ്ചിരി തൂകിക്കൊണ്ടൊരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നു. ആ മനുഷ്യന്റെ ചുറ്റും പൂക്കളുണ്ട്. പൂക്കൾക്കിടയിൽ ഒരുപാട് കുട്ടികളും പുഞ്ചിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ, ഇത്ര സുന്ദരനായ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുമോ, ആരാണ് ഈ കോലം? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയണ്ട, നമുക്ക് പോകാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം സുന്ദരമാണ്, പകുതി ഭാഗം വിരൂപമാണ്. പകുതി കാണാൻ നല്ല രസമുണ്ട്, പകുതി കാണാനാകട്ടെ ഒട്ടും ചന്തമില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ അവരോട് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക. അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ പോയി ആളുകൾ കുളിച്ചു വന്നപ്പോഴോ നല്ല രൂപം, കാണാൻ ചന്തമുള്ളവരായി, പകുതി ഭാഗമുള്ള വൈരൂപ്യം പോയി മറഞ്ഞിരിക്കുന്നു. ഞാൻ സന്തോഷിച്ചു. ഞാൻ അവരെ നോക്കി, എത്ര പെട്ടെന്നാണ് ഇവരുടെ വൈരൂപ്യം പോയി മറഞ്ഞത്, എന്താണ് ഈ അത്ഭുതം എന്ന് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പം പറയണ്ട, പോകാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു വലിയ മരം കണ്ടു. ആ മരത്തിന്മേൽ കയറി യാത്ര തുടർന്നു. കുറച്ചും കൂടി അപ്പുറത്തെത്തിയപ്പോൾ മനോഹരമായ ഒരു മണിമാളിക ഒരുക്കി വെച്ചിരിക്കുന്നു. എന്തോ ഒരു ചന്തമുള്ള കൊട്ടാരമാണ്, എന്തോ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്, എന്തോ ഒരു രസമുള്ള കൊട്ടാരമാണ്. കണ്ണിന് ഇത്ര ആനന്ദകരമായ ഒരു മണിമാളിക സങ്കല്പിക്കാൻ സാധ്യമല്ല. ആ മണിമാളിക കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഉടൻ തന്നെ അവരെന്നോട് പറഞ്ഞു, ഇത് നബിയേ, നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗത്തിലെ വീടാണ്, ഇത് നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗത്തിലെ വീടാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അതിലേക്കൊന്ന് കടന്നു പോകട്ടെ, ഞാനൊന്ന് കടന്നിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കണ്ടോട്ടെ? അവരെന്നോട് പറഞ്ഞു, കാണാൻ സമയമായിട്ടില്ല, ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയുസ് ബാക്കിയുണ്ട്. അള്ളാഹു കുറച്ചു കാലവും കൂടി നിങ്ങൾക്ക് ദുനിയാവിൽ ആയുസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നബിയെ, നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കടന്ന് സുഖിക്കാം, അതിനു മുമ്പ് നിങ്ങൾക്കതിലേക്ക് കടക്കാൻ അവകാശമില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ ഇനി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ,
തരുമോ? എന്തൊക്കെയാണ് ഇതുവരെ കണ്ടത്? ഒന്നെനിക്ക് മനസ്സിലാക്കി തരുമോ? അവർ മെല്ലെ പറയാൻ തുടങ്ങി, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് ആദ്യം കാണിച്ച രംഗം തലക്കടിക്കുന്ന രംഗമില്ലേ ഒരുവൻ, ആ തലക്കടിയേൽക്കുന്നവനെ കുറിച്ച് ആദ്യം പറഞ്ഞു തരാം. അവൻ ഖുർആൻ പഠിച്ചിട്ടും ഖുർആനിനെ അവഗണിച്ചവനാണവൻ. ഫർള് നമസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങിയവനാണവൻ. അവന് വിവരമുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു, പാണ്ഡിത്യമുണ്ടായിരുന്നു, പണ്ഡിതനായിരുന്നു, അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു, ധാരാളം വിവരമുണ്ട്, ഖുർആന് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങൾ ആ ഖുർആനെതിരായിരുന്നു. ഫർള് നമസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുമ്പോൾ ഇവൻ നല്ല ഉറക്കത്തിലായിരിക്കും. നമസ്കാരത്തോട് ബന്ധമില്ലാതെ, ദീനിനോട് ബന്ധമില്ലാതെ ജീവിച്ചവനാണവൻ. അവന് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണ് നബിയെ നിങ്ങൾ കണ്ടത്. എന്നാ പിന്നെ രണ്ടാമത് കണ്ടതോ? വായിലൂടെ കൊളുത്തിട്ട് വലിക്കുന്നതോ? അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു. അവർ രണ്ടാളും പറഞ്ഞു, നബിയേ, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ഒരുവനാണ്. അവന് നേരം വെളുത്താൽ പണി അന്യൻ്റെ കുറ്റം പറയലാണ്. മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇറച്ചി കൊത്തി വലിക്കലല്ലാതെ ഇവന് വേറെ ഉദ്യോഗമില്ല നബിയേ. അവനെ നുണ പറയലാണ് നബിയേ ഉദ്യോഗം. കള്ളം പറഞ്ഞ് അവൻ്റെ നാവ് തളർന്നു പോയി, അവൻ്റെ കഴുത്ത് തളർന്നു പോയി, അവനെയാണ് കൊളുത്തിട്ട് വലിക്കുന്നത് നബിയേ എന്നവർ പറഞ്ഞു. പിന്നെ ചോദിച്ചു, എന്നാ പിന്നെ ഇനി പറയൂ, ആരാണ് ആ ഗുഹക്കകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തീക്കുണ്ടത്തിൽ കിടന്ന് അങ്ങും ഇങ്ങും മറയുന്നത്? അത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് മറുപടി പറഞ്ഞു. റസൂല് പിന്നെ ചോദിച്ചു, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് പുഴയിലൂടെ പൊങ്ങി വരുമ്പോൾ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തപ്പെടുന്നവനാരാണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. റസൂലിനോട് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു, നബിയെ, അത് പലിശ കച്ചവടക്കാരനാണ്. അവൻ പലിശയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. ഒന്ന് ഓർക്കുന്നത് നല്ലതാ. മുസ്ലിം സമുദായത്തിലെ മുതലാളിമാർ ഓർക്കുന്നത് നല്ലതാണ്, നല്ലോണം ഓർക്കുന്നത് നല്ലതാണ്. പലിശ അത്ര നിസ്സാരമില്ല എന്ന് മനസ്സിലാക്കിയ പല ആൾക്കാരും നമുക്കിടയിലുണ്ട്. അവരോട് ഞാൻ പറയാണ്, താക്കീതായിട്ട് പറയാണ്, പടച്ചോനെ പേടിക്കുന്നുണ്ടെങ്കിൽ, നരകത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചോ. റസൂല് പറയാണ്, എന്തോ ഒരു പുഴയിലേക്ക് അവനെ എറിഞ്ഞിരിക്കുന്നു. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്ക് അവൻ്റെ വായിലേക്ക് കല്ലെടുത്തെറിയുകയാണ്. മുസ്ലിം സമുദായത്തിൽ പലിശ വ്യാപാരം നന്നായിട്ട് നടക്കുന്നുണ്ട്. കേരളം മുഴുവൻ സഞ്ചരിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയപ്പോഴൊക്കെ ഞാനത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സത്യമാണ്. പരന്ന് കിടക്കുന്ന മലബാറിലെ മുസ്ലിം സദസ്സിനോട് ഇവിടെ വെച്ചിട്ട് അബ്ദുസ്സമദ് പറയണത്, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്, പറയാനുള്ള കടമ. പലിശ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അവൻ ആ പുഴയിൽ കിടന്നുള്ള ദുരിതമാണ്. അവൻ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്. പിന്നെ ആരാണ്? അടുത്ത രംഗം പറയുമോ നബിയെ? അടുത്ത രംഗം പറയുമോ എന്ന് നബി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആരാണ് അഗ്നികുണ്ഡത്തിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നത്? ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് റസൂലിനോട് കൂടെയുള്ളവർ പറഞ്ഞു, അത് നരകം കാക്കുന്ന മലക്കാണ്. ആ ക്രൂരമായ രൂപം, നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് ആ അഗ്നികുണ്ഡത്തിന് ചുറ്റും ഓടുന്നതായിട്ട് നബിയെ നിങ്ങൾ കണ്ടത് നരകം കാക്കുന്ന മലക്കാണ്. എന്നാ പിന്നെ ഇനി പറയൂ, കുട്ടികളോടൊപ്പം പുഞ്ചിരിച്ചിരിക്കുന്ന ആ നല്ല മനുഷ്യനാരാണ്? എന്തോ ഒരു സുന്ദരമായ രൂപമായിരുന്നു. ഉടൻ തന്നെ ഈ രണ്ടുപേര് റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അത് നിങ്ങളുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. ഇബ്രാഹിം നബിയാണ് കുട്ടികളുടെ കൂടെ പൂന്തോട്ടങ്ങളിൽ പൂവിരിഞ്ഞെടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്നത്. ആ കുട്ടികൾ ആരാണ് എന്ന് റസൂല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുറ്റം ചെയ്യാത്ത ഓമന മക്കളാണ്. അവർ സ്വർഗത്തിലെ പ്രത്യേകമായ പൂക്കളാണ്. അവരുടെ കൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകിക്കൊണ്ട് കഴിയുന്നത്. എന്നാൽ ഇനി ചോദിച്ചോട്ടെ, നിങ്ങളോടൊരു കാര്യം അന്വേഷിച്ചോട്ടെ. നിങ്ങളവിടെ കണ്ടുവല്ലോ ആ മണിമാളിക നിങ്ങൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു തരികയും ചെയ്തു. നിങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചപ്പോൾ ആ രണ്ടാളുകൾ സ്വപ്നത്തിൽ വിളിച്ചു കൊണ്ടുപോയവർ പറഞ്ഞപ്പോൾ ആമിന ബീവിയുടെ മുത്തുമോൻ നടുങ്ങിയിരിക്കണം. ഞാൻ ജിബ്രീലാണ്, ഈ നിൽക്കുന്നത് മീകായിലാണ്. ഞങ്ങൾ ഇവിടെ പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഇത് റസൂലിനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്വപ്നം. റസൂലിന് ഈ വിവരം നൽകുവാൻ വേണ്ടിയ മാത്രമായിരുന്നു ഈ സ്വപ്നം. അള്ളാഹുവിൻ്റെ റസൂലിലൂടെ
ലോകം ഇത് പഠിക്കണം, സമുദായം ഇത് പഠിക്കണം. ഈ ലോകത്ത് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് ദുനിയാവിൽ വെച്ച് സാമ്പിളായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു അവൻ്റെ പ്രവാചകൻ ഒരു കിനാവ് കാണിച്ചു കൊടുത്തതാണ്. റസൂൽ അതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കാൻ റസൂലിനെ പോലെ യോഗ്യനായിട്ട് ആരുമില്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, നമ്മൾ സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് ശാസ്ത്രം ഇന്ന് ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ പരലോകശാസ്ത്രം നമ്മെ പഠിപ്പിക്കാൻ യോഗ്യനായ ഒരു ഗുരുവേ ഉള്ളൂ, ഒരധ്യാപകനേ ഉള്ളൂ, ഒരു മഹാനുഭാവനായ വഴികാട്ടിയേ ഉള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഈ ലോകത്ത് ജീവിച്ചിട്ട് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മരണത്തിന് മുമ്പ് നേരിട്ട് കണ്ടുവരാൻ അവസരമുണ്ടായ വേറൊരാളാരാളുള്ളത്? ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സാമ്പിളുകൾ കാണുക. മേറാജിൻ്റെ രാത്രി പോയപ്പോൾ വേറൊരുപാട് കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ട. ഇതൊക്കെ റസൂല് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടതാണ്, ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ പ്രവാചക തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇന്ന് ലോകം തകരുമെന്ന കാര്യം ശാസ്ത്രം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇന്നലെ നമ്മൾ ഒരുപാട് ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു സംഗതിയാണ് ESP കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എക്സ്ട്രാ സെൻഷറി പെർസെപ്ഷൻ. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്ന് മനുഷ്യന് വിവരം ലഭിക്കാവുന്ന ഒരു മേഖലയുണ്ടെന്നാണ് പറഞ്ഞത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് വിവരം ലഭിക്കൂ എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത്. അതിനപ്പുറത്തും ഒരു മേഖലയുണ്ട് എന്ന് പറയുന്ന പദ്ധതിയാണ് ESP. ആ ESPയിലൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടും പരലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് ഇതിനേക്കാൾ എളുപ്പത്തിൽ ലോകാവസാനവും പരലോകവും തെളിയിക്കാൻ ശാസ്ത്രത്തിൻ്റെ പിൻബലങ്ങളോട് കൂടി തന്നെ സാധിക്കുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് സമാഗതമായേക്കും. പ്രിയപ്പെട്ടവരെ, പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. പരലോകത്തെക്കുറിച്ച് പറയാനാണ് അംബിയാ മുർസലീങ്ങളൊക്കെ വന്നത്. ഈ അംബിയാ മുർസലീങ്ങൾക്ക് ഖുർആൻ നൽകിയിട്ടുള്ള പേര് ബഷീറും നദീറും എന്നാണ്. ബഷീർ എന്നാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ, നദീർ എന്നാൽ താക്കീതുകാരൻ. സന്തോഷവാർത്ത സ്വർഗത്തിനെക്കുറിച്ച്, താക്കീത് നരകത്തെക്കുറിച്ച്. നന്നായി ജീവിച്ചാൽ ആഖിറത്തിൽ നല്ല പ്രതിഫലം സ്വർഗം, മോശപ്പെട്ട് ജീവിച്ചാൽ അവിടെ അപകടമാണ്. താക്കീത്. ഇത് പറയുന്ന ആൾക്കാരായതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് താക്കീതുകാർ എന്ന് പേര് കിട്ടിയത്. നദീർ. ഖുർആനിൽ ബഷീറും നദീറും എന്ന അംബിയാ മുർസലീങ്ങളെ പറ്റി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ബഷീർ എന്ന് പ്രയോഗിച്ചതിനേക്കാൾ കൂടുതൽ നദീർ എന്നാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ താക്കീതാണ് വേണ്ടത് എന്നർത്ഥം. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് അറിയിക്കുന്നവരുമായിട്ടല്ലാതെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒരു താക്കീതുകാരൻ കടന്നു വരാത്ത ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ എല്ലാ സമുദായത്തിലേക്കും താക്കീത് കൊടുക്കാൻ നമ്മൾ ആളെ അയച്ചിട്ടുണ്ട്, ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു. താക്കീതുകാരെ പറഞ്ഞയക്കാതെ നമ്മൾ ഒരു ജനതയെയും ശിക്ഷിക്കുകയില്ല എന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, താക്കീതിന് ആളെ വിടണം. ഈ പോക്ക് പോയാൽ അപകടമാണ് എന്നൊരു വാണിംഗ് കൊടുക്കണം. ആ വാണിംഗ് കൊടുക്കാനാണ് അംബിയാ മുർസലീങ്ങൾ. വാണിംഗ് കൊടുക്കാതെ നമ്മൾ ആരും ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് മുർസലീങ്ങളെ കാത്തൊരു ജനതയില്ല, ഒരു കാലമില്ല, അന്ത്യപ്രവാചകന്റെ കാലം വരെ. അന്ത്യപ്രവാചകനോടെ ആ കണ്ണി അറ്റു. സകല കാലത്തേക്കും സകല ലോകത്തേക്കും ഒറ്റ നബി, ഒറ്റ നായകൻ, സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂല് തന്നെ പറഞ്ഞു, ഇൻ അന ഇല്ലാ ബശീറും വ നദീർ. ഞാനും ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമാണ്. എന്തിനാണ് പരലോകം? മനുഷ്യനെ അല്ലാഹു പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. ആ ഇബാദത്ത് ചെയ്യണം. അതിൽ പരാജയപ്പെട്ടവർക്കാണ് പരലോകത്ത് മോശപ്പെട്ട ഫലം എന്ന് ചുരുക്കം. എന്നിട്ടങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? വഹദൈനാഹുൻ നജ്ദൈൻ. അവന് നാം രണ്ട് വഴി കാണിച്ചു കൊടുത്തു. നല്ല വഴിയും കാണിച്ചു കൊടുത്തു, ചീത്ത വഴിയും കാണിച്ചു കൊടുത്തു. നേർവഴിക്ക് പോയിട്ട് നന്മയിലെത്താം,
ചീത്ത വഴിക്ക് പോയിട്ട് തിന്മയിലെത്താം. നിനക്ക് ഏതാ ഉദ്ദേശം, അങ്ങനെ പോയിക്കോ. നമ്മളാരെയും പ്രേരിപ്പിക്കില്ല, നിർബന്ധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹദൈനാഹുസ് സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ. അവന് നമ്മൾ വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാകിറൻ, ഒന്നുകിൽ നന്ദി കാണിക്ക്, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്ക്. ഒന്നുകിൽ നീ എനിക്ക് നന്ദി കാണിക്ക്, എനിക്ക് നന്ദി കാണിച്ചാൽ നിനക്ക് എൻ്റെ സ്വർഗത്തിലെത്താം. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഞാനാണ് നിനക്ക് വേണ്ടതൊക്കെ തന്നത്, ഞാനാണ് നിന്റെ നാഥൻ, ഞാനാണ് നിന്റെ ഉടമ, നീ എൻ്റെ അടിമയാണ്. അതിന് നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് നല്ലത്. നന്ദി കാണിക്കുന്നില്ല, നന്ദികേട് കാണിക്കാണോ, അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ ദുനിയാവിലെ ജീവിതം ആരാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നത് എന്നത് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷയാണ്, ഒരു വലിയ പരീക്ഷ. ഇതിൽ ജയിച്ചവന് ആഖിറത്തിൽ നന്മ, ഇതിൽ തോറ്റവന് ആഖിറത്തിൽ തിന്മ. ഈ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ മനുഷ്യൻ എന്തിനോടൊക്കെ ഏറ്റുമുട്ടണം പ്രിയപ്പെട്ടവരെ? ഏറ്റവും ചുരുങ്ങിയത് 3 എണ്ണത്തോട് ഏറ്റുമുട്ടണം. 1 ഇബ്ലീസിനോട്, 2 സ്വന്തം ചുറ്റുപാടുകളോട്, 3 സ്വന്തം ദേഹേച്ഛയോട്. ഈ 3 മല്ലന്മാരോട് പടവെട്ടി ജയിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ ആഖിറത്തിൽ സ്വർഗത്തിലെത്താനും കഴിയൂ. ഇബ്ലീസ് തെറ്റിലേക്ക് വിളിക്കുന്നു, ചുറ്റുപാടുമുള്ള 100 കൂട്ടം കാര്യങ്ങൾ തെറ്റിലേക്ക് വിളിക്കുന്നു. പോരാത്തത് സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിലെ ദേഹേച്ഛയും തെറ്റിലേക്ക് വിളിക്കുന്നു. ഈ 3നോടും പടവെട്ടി ജയിച്ചവനാരാണോ അവന് നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളതാ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ ഞാൻ നിങ്ങളെയൊക്കെ പടച്ചുണ്ടാക്കി എന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങി വരികയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? എങ്കിൽ അങ്ങനെയല്ല കാര്യമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മിനിഞ്ഞാന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നല്ല മരണം, നല്ല മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു കിളിവാതിലാണ്. നന്നായി മരിച്ച ആളുകൾക്ക് മരണത്തിന് ശേഷം നല്ല അവസ്ഥ ഉണ്ടായിരിക്കും. മൂമിൻ്റെ മരണം പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണമായിരിക്കും എന്നൊക്കെ അല്ലാമ ഇക്ബാലിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നിഷാനെ മർദെ മോമിൻ ബാതു ഗോയം ജമർഗെ ആയത് തബസ്സും ബർലബവസ്ത്. മൂമിൻ്റെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ മൂമിൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുല്ലസിക്കും. അല്ലാമ ഇക്ബാൽ പറയാണ്, അങ്ങനെയൊക്കെ ധൈര്യത്തിൽ പാടാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ മൂമിനാവണം. അല്ലാമ ഇക്ബാൽ ഖാദിരിയ തരീഖത്തിൽ ബൈഅത്ത് ചെയ്തൊരു സൂഫിയായിരുന്നു. അതൊന്നും ഉള്ളിലില്ലാത്തൊരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. മരിച്ചു കിടക്കുമ്പോൾ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെങ്കിലേ മൂമിനാവുള്ളൂ എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങനെ മരിക്കുന്നുള്ള ഗ്യാരണ്ടി വേണം. അതില്ലാത്തവൻ എങ്ങനെയാ അത് പറയാ? ഇക്ബാൽ മരിച്ചെടുക്കുന്നത് കണ്ടവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഈ കവിത പോലെ ആയിരുന്നു അദ്ദേഹം മരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം. അദ്ദേഹത്തിൻ്റെ മകൾ എഴുതി വെച്ചൊരു ലേഖനം ഞാൻ വായിച്ചപ്പോൾ അതിൽ കാണുന്നു, ബാപ്പ ഉറങ്ങുകയാണെന്ന് തോന്നും, പുഞ്ചിരിച്ച് ഉറങ്ങുന്ന മാതിരി. മോളേന്ന് വിളിച്ചിട്ട് ഇപ്പം എഴുന്നേൽക്കുന്നു തോന്നിപ്പോകും ആ കിടത്തം കണ്ടാൽ എന്ന് അല്ലാമ ഇക്ബാൽ മരിച്ചു കിടക്കുന്ന രംഗത്തെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ മകൾ മുനീറ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂമിൻ്റെ ലക്ഷണം അയാളുടെ ചുണ്ടിൽ മരിക്കുമ്പോൾ പുഞ്ചിരി പൂത്തുല്ലസിക്കും. അങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, മരിക്കാൻ നിങ്ങൾ റെഡിയാണോ? യഹൂദന്മാരെ വിളിച്ചിട്ട് അള്ളാഹു ചോദിച്ചു, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാഉ ലില്ലാഹി മിൻ ദൂനന്നാസി ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ. കൂട്ടരെ, യഹൂദന്മാരെ, നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാന്നല്ലേ നിങ്ങൾ പറയണത്? അങ്ങളാ പറഞ്ഞ വാദം സത്യമാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറുണ്ടോ? അള്ളാന്റെ വെല്ലുവിളിയാണ്. നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ ഒരു മനുഷ്യൻ റെഡി ആവണമെങ്കിൽ നല്ല ഈമാൻ ഉള്ളിൽ വേണം. ഈമാൻ ഇല്ലാത്തവന് മരണത്തെ പേടിയാണ്. മരിക്കാൻ ഞാൻ പോവാന്ന് ഉറപ്പായാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താ സഹോദര? ഇപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ട്, ചില പ്രത്യേക രോഗങ്ങൾ. ആ രോഗം കെട്ട് വന്നാൽ മരണം ഉറപ്പാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ക്യാൻസർ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞാൽ ഡേറ്റ് മാത്രം എണ്ണി കഴിയുന്ന അവസ്ഥയാണ്. മരിക്കും അങ്ങോട്ട് പറയും, ഇത്ര മാസം ഇത്ര ആഴ്ച എന്ന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ, മരിക്കാൻ പോവാണ്. ഉള്ളൊക്കെ അപ്പടി ക്യാൻസറായി പോയിരിക്കുന്നു. ആ മനുഷ്യന് പിന്നെ എന്താണ് ഒരു ആശ്വാസം? ഞാൻ അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് ആസ്പത്രികളിലും വീടുകളിലും. മരണത്തിൻ്റെ ഡേറ്റ് ഇങ്ങനെ കലണ്ടറിൽ നോക്കിയിട്ട് എണ്ണി കാണുന്ന ആളുകൾ, നാളെ നേരം വെളുക്കോ ഇന്ന് മരിക്കുമോ എന്നറിയാത്ത ആളുകൾ. നല്ല ഈമാനുള്ളൊരു മനുഷ്യനല്ലാതെ അങ്ങനത്തെ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയും. വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണെങ്കിൽ ഫതമന്നൗൽ മൗത്ത്, നാ മരണത്തെ ആഗ്രഹിച്ചോ.
നിങ്ങളത് ആഗ്രഹിക്കുകയില്ല. ലാ യതമന്നൗനഹു അബദാ, ഒരിക്കലും അവർ മരണത്തെ ആഗ്രഹിക്കൂല നബിയെ, അവർ മരണത്തെ ആഗ്രഹിക്കൂല എന്ന് അല്ലാഹു തീർത്തു പറയുന്നു. അതുകൊണ്ട് മരണം ആഖിറത്തിലേക്കുള്ള കിളിവാതിലാണ്, എല്ലാം നശിക്കുന്ന പരലോകത്തിലേക്കുള്ള തുടക്കമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ ഇഷ്ടപ്പെട്ടൊരു കവിതയുണ്ടായിരുന്നു. റസൂൽ കവിത ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല കവിത. മോശപ്പെട്ട കവിതയെ റസൂൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്തിരുന്നു. ലബീദ് എന്നൊരു അറബി മഹാകവി ഉണ്ടായിരുന്നു റസൂൽ ജീവിക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ ലബീദിൻ്റെ രചനകളൊക്കെ ഉണ്ടായത്, പ്രധാനപ്പെട്ട രചനകൾ റസൂൽ ജീവിക്കുന്നതിന് മുമ്പാണ്. പക്ഷെ റസൂലിൻ്റെ കാലത്തും ലബീദിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ ലബീദ് പാടിയിട്ടുള്ള ഒരു കവിത അല്ലാഹുവിൻ്റെ റസൂലിന് വളരെ ഇഷ്ടമായിരുന്നുവത്രേ. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലാത സായിലു. അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളും നശിക്കാൻ പോകുന്നതാണ്, എല്ലാവിധ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. ഈ കവിതയായിരുന്നു ഇത്ര റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത. അപ്പോൾ റസൂല് കവിതയും പാട്ടിനെയൊക്കെ ആഖിറവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരുന്ന അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂലിന് എല്ലാം പരലോകത്തിലേക്കുള്ളൊരു പാലം മാത്രമായിരുന്നു. ഒരു പാട്ട് പോലും റസൂൽ ആസ്വദിച്ചിരുന്നത് അത് ആഖിറത്തിലേക്ക് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണക്കാക്കിയിട്ടാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഞാനിന്നത് ആവർത്തിക്കുന്നില്ല. ഏതെങ്കിലും പാട്ട് പാടാനും ഏതെങ്കിലും തെറിപ്പാട്ട് കേൾക്കാനും ഒന്നും ഒരു സത്യവിശ്വാസിക്ക് സാധ്യമല്ല. അവന് പാട്ടിലും പ്രസംഗത്തിലും വർത്തമാനത്തിലും കേൾവിയിലും കാഴ്ചയിലും ഒക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അതാണ് ഈമാനിൻ്റെ താല്പര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമുക്ക് പരിശോധിക്കാനുള്ള ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങളുള്ള ഘട്ടങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയതൊരു വ്യക്തിയുടെ ജീവിതത്തിന് 5 ഘട്ടങ്ങളുണ്ട്. 1, മാതാവിൻ്റെ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പ് അവൻ്റെ ആത്മാവിൻ്റെ അസ്തിത്വം. അള്ളാഹു ആത്മാവുകളെ വിളിച്ചു കൂട്ടി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം ദീർഘിച്ചു പോകും. 1ാമത്തെ ഘട്ടതാണ്. 2ാമത്തെ ഘട്ടം, മാതാവിൻ്റെ ഗർഭാശയത്തിൽ പിതാവിൻ്റെ ബീജം മാതാവിൻ്റെ അണ്ഡവുമായി ചേർന്ന് ഒരു കുട്ടി പറക്കാൻ പോകണം. ആദ്യം ഇന്ദ്രിയ ബീജം രക്തപിണ്ഡമായി, രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി, മാംസപിണ്ഡം കൊണ്ട് എല്ലിനെ പൊതിയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് പറഞ്ഞത്, എല്ലിനെ പൊതിയാന്നാണ് പറഞ്ഞത്. മെഡിക്കൽ സയൻസും പറയണത് അങ്ങനെ തന്നെയാണ്. മനുഷ്യക്കുട്ടിയുടെ ജന്മത്തിൻ്റെ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അസ്ഥിയെ മാംസം കൊണ്ട് കവർ ചെയ്യുകയാണെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടാണ് അത് പഠിച്ചതെന്ന് ഭൗതികവാദികൾ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരണം. എങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി പഠിച്ചതെന്ന്. സത്യസന്ധനാണ് നീ എങ്കിലും നീ എത്തേണ്ടി വരും. ഇത് അള്ളാഹുവുമായുള്ള ബന്ധം കൊണ്ട് കിട്ടിയതാണ്, വഹിയാണ്, സൃഷ്ടിച്ച റബ്ബ് അറിയിച്ചു കൊടുത്ത വിവരമാണ്. അങ്ങനെ 4ാമത്തെ മാസത്തിൽ ഈ മാംസപിണ്ഡമെത്തിയാൽ അള്ളാഹു ഒരു മലക്കിനെ മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ രക്തപിണ്ഡത്തിലേക്ക് അള്ളാഹുവിൻ്റെ റൂഹിൻ്റെ ഭാഗത്തെ ഊതിക്കൊടുക്കാൻ, ഇവൻ്റെ റൂഹിനെ ഊതിക്കൊടുക്കാൻ, എന്നിട്ട് അവൻ്റെ റിസ്ക് കണക്കാക്കാൻ ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്ന യഥാർത്ഥമായ കാര്യങ്ങളാണിത്. അതോടുകൂടി 2ാമത്തെ ഘട്ടത്തിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് പ്രവേശിച്ചു. ആ 2ാമത്തെ ഘട്ടവും കഴിഞ്ഞിട്ട് 3ാമത്തെ ഘട്ടം ആരംഭിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവത്തോടുകൂടി കുട്ടി പുറത്തേക്ക് വരുന്നു. മനുഷ്യൻ്റെ ജീവിതം ഭൂമിയിലേക്ക് വരികയാണ്. അത് 3rd സ്റ്റേജ്, 3ാമത്തെ ഘട്ടം. മരണത്തോടുകൂടി ആ ഘട്ടവും അവസാനിക്കുകയാണ്. ഈ ലോകത്തിലെ ഘട്ടം 3ാമത്തെ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കാരണം ഇതാണ് വിത്ത് ഇറക്കുന്ന ഘട്ടം. വിത്ത് ഇറക്കുന്ന ഘട്ടത്തിൽ വിത്ത് ഇറക്കിയാലേ കൊയ്യുന്ന സമയത്ത് കൊയ്യാണ്ടാവും. നാലാമത്തെ സ്റ്റേജ് ഖബറിൽ. അപ്പോഴേക്ക് ആത്മാവ് തിരിച്ചു വന്നു. ഖബറിലെ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ, രണ്ടാലൊന്നുണ്ടാവും. ഖബറിലെ ജീവിതത്തെ ബർസഖ് എന്നാണ് പറയാ. അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബർസഖ് എന്നുള്ള അറബ് വാക്കിൻ്റെ അർത്ഥം ഇൻ്റർവെൽ എന്നാണ്, ഇടവേള, ഇൻ്റർവെൽ. അത് കുട്ടികൾക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലോ, ഇൻ്റർവെല്ല് നല്ല പരിചയം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ഇൻ്റർവെല്ലാണ്. ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞിട്ട് പരലോകത്തെ ജീവിതം തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഇടവേള, രണ്ടിൻ്റെ ഇടയിലുള്ള സാധനത്തിനാണ് ബർസഖ് പറയാം. അള്ളാഹു കടലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഉപ്പുവെള്ളത്തിനും നല്ല വെള്ളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്, ബർസഖ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഉപ്പുവെള്ളം ഇവിടെ, അവിടെ ശുദ്ധജലം, രണ്ടിൻ്റെ ഇടയിൽ ബർസഖ്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലുള്ള എന്ത് സാധനത്തിനും ബർസഖ് എന്ന് പറയും. പരലോക ജീവിതവും ഇഹലോക ജീവിതവുമാകുന്ന 2 ഘട്ടങ്ങൾക്കിടയിലുള്ള ഒരു ഇൻ്റർവെൽ, ഒരു ഇടവേളയാണ് യഥാർത്ഥത്തിൽ ബർസഖ്. ഈ ബർസഖിൽ എങ്ങനെയാ ശിക്ഷ കിട്ടുക അല്ലെങ്കിൽ രക്ഷ കിട്ടുക? ഏകദേശം കിനാവ് പോലെ ആയിരിക്കുമെന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്നം കാണുന്ന മാതിരിയായിരിക്കും ഖബറിൽ. ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ. സ്വർഗം കാണിച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരം എന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു.
നരകവും കാണിച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരവും. കിനാവ് കാണുന്ന മാതിരിയായിരിക്കും. അപ്പം ചിലപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് തോന്നും, എന്നാൽ അത്രയെങ്കിലും ആശ്വാസമാണല്ലോ എന്ന്. നേരിട്ട് ശിക്ഷയില്ലല്ലോ, നേരിട്ട് ഖബർ ശിക്ഷയില്ലല്ലോ. ശിക്ഷ കിനാവായിട്ടല്ലേ വരുള്ളൂ എന്നാണ് ആരെങ്കിലും ആശ്വസിക്കുന്നതെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, കിനാവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്നാൽ മനസ്സിലാവും നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാളും ബേജാറാണ് സ്വപ്നം. ഒരാൾ ഭീകരമായ ഒരു പേടി സ്വപ്നം കാണുകയാണെങ്കിലോ, പേക്കിനാവ് കാണുകയാണെങ്കിലോ, അയാൾ അട്ടഹസിച്ചിട്ട് ഉറക്കിൽ നിന്നുണരുന്നു. പേടിച്ചലോളി എന്ന് കേട്ടിട്ടില്ലേ? പേടിച്ചലോളി. ആ പേടിച്ചലോളി എന്ന് പറയുന്നത് മോശപ്പെട്ട കിനാവ് കണ്ടിട്ടാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കുന്നത് കാണാൻ കഴിയും പേടിച്ചിട്ട്. എന്തേ എല്ലാവരും കൂടി പോയിട്ട് ഞെട്ടി ഉണർന്നിട്ട് ഇവനെ പിടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല, അത് കഴിഞ്ഞെന്നറിയും. അതിപ്പം ഉണ്ടായതല്ല, അത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതല്ല. എൻ്റെ ഉറക്കത്തിൽ ഞാൻ ഒരു സംഗതി കണ്ടുപോയി, ആകെ ബേജാറായിപ്പോയി. ഭയങ്കര സംഗതിയാണ്. പലതും കാണും. ചിലപ്പോൾ ഒരാളിങ്ങനെ ഒരു കത്തിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവനെങ്ങനെ കുത്താൻ പോണത് ഇങ്ങനെ കാണാൻ നിൽക്കുക. നേരിട്ടൊരാൾ കത്തിയുമായിട്ട് വന്നിട്ട് നമ്മെ കുത്താൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇടങ്ങേറും ബേജാറും എത്ര ഉണ്ടാവും? അതിനേക്കാളും കൂടുതലായിരിക്കും ഈ ബേജാറ്. കാരണം ഇത് സ്വപ്നാണ്, തടുക്കാൻ വയ്യ, തടയാൻ വയ്യ, അങ്ങോട്ടൊന്നും കാട്ടാൻ വയ്യ, ഇതിങ്ങനെ സഹിക്കുക, ബേജാറാവുക. അതുകൊണ്ട് സ്വപ്നം എളുപ്പമല്ല, സ്വപ്നം ഭീകരമായ അനുഭവമാണ്. നല്ല സ്വപ്നാണെങ്കിലോ സന്തോഷവുമാണ്. നല്ല സ്വപ്നം ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ കിടന്നാലെന്ത് രസമാണ്. ഇത് വളരെ ബേജാറുള്ള കാര്യമാണ്. നീ മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് 3 വട്ടം തുപ്പണം. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെന്ന് നമ്മെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അതുകൊണ്ട് ബർസഖിലെ ജീവിതം ഏകദേശം ഒരു സ്വപ്നം പോലെയാണ്. അത്രമാത്രം നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാൻ അള്ളാഹ് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹ് അറിയിച്ചു തന്നതല്ലാതെ ഈ ശാസ്ത്രത്തെപ്പറ്റി വേറൊരു വഴിയില്ല. സ്വർഗവും നരകവും ആഖിറവും ഖബറിലെ ശിക്ഷയൊക്കെ അള്ളയും റസൂലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അറിയാം. പറഞ്ഞു തരാത്തിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാൻ യാതൊരു വഴിയില്ല. വേറെ ശാസ്ത്രം അതിന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുമില്ല. എന്തിനാണ് പരലോകം? നമ്മൾ പലവട്ടം ഇന്നലെ മിനിഞ്ഞാന്നും സൂചിപ്പിച്ചു, അത് നീതി നടപ്പിലാക്കാനാണ്. അത് റസൂല് നല്ലൊരു ഉപമയിലൂടെ പറയുന്നത് ഞാൻ എൻ്റെ സഹോദരന്മാരെ കേൾപ്പിക്കാം. لتؤدن الحقوق إلى أهلها يوم القيامة حتى يقاد للشاة الجلحاء من الشاة القرناء. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനോട് ചെയ്തതിന് വരെ യഥാർത്ഥ നീതിയുടെ അടിസ്ഥാനത്തിൽ പകരം കണക്ക് പറഞ്ഞ ദിവസമാണ് പരലോകം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്തൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ ആഖിറത്തിൽ തീരുമാനമാവുന്നു. ബാക്കി പിന്നെ പറയണ്ടല്ലോ. ബുദ്ധിയുള്ള മനുഷ്യൻ അതിമൊന്നും എല്ലാം പഠിക്കാലോ. കൊമ്പുള്ള മനുഷ്യന്മാർ കൊമ്പില്ലാത്ത സാധുക്കളോട് ചെയ്യണേനും തീർച്ചപ്പെടുത്തുന്ന ദിവസമാണ് പരലോകം. ചില നമ്മളെ കൂട്ടത്തിൽ കൊമ്പുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. കൊമ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ലെവൽ വിടും, അത് വേറെ ചില സാധനമായി മാറും. ഏതായിരുന്നാലും ആ കൊമ്പ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നീതി നടപ്പിലാക്കുന്ന ദിവസമാണ് പരലോകം. ഈ അടിസ്ഥാനത്തിൽ പരലോകം ആവശ്യമാണ് എന്ന് ലോക ചിന്തകന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇമ്മാനുവൽ കാന്റിനെ കുറിച്ച്. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു, മതവിശ്വാസി പോലും ആയിരുന്നില്ല. അദ്ദേഹം പരലോകമുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. യൂറോപ്പിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ജർമ്മനിക്ക് ദൈവം നൽകിയ സമ്മാനം എന്ന് വരെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു ജർമ്മനി. ജർമ്മനിക്ക് ദൈവം നൽകിയ സമ്മാനം. അത്ര വലിയ സ്ഥാനം തത്വചിന്തയുടെ ചരിത്രത്തിൽ അദ്ദേഹം നേടി. അദ്ദേഹം പരലോകമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രബന്ധം സമർപ്പിച്ചിരുന്നു, ഒരു ഗവേഷണ പ്രബന്ധം എംഫിൽ കോഴ്സുമായിട്ട്. ഞാൻ അതിൽ വിഷയമായിട്ട് തിരഞ്ഞെടുത്തത് ഇക്ബാലിനെയും ഈ പറഞ്ഞ കാൻറ്റിനെയായിരുന്നു. ഇവർ രണ്ടാളെയും താരതമ്യം ചെയ്യാനായിരുന്നു. ഇക്ബാലിൻ്റെ ചിന്തയും ഈ പറഞ്ഞ ആളുടെ ചിന്തയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ചരിത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഡോക്ടർ MGS നാരായണനായിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചത്. എനിക്കതിൽ താല്പര്യം തോന്നാണ്ടായ കാരണം, ഇദ്ദേഹത്തോട് താല്പര്യം തോന്നാണ്ടായ കാരണം പരലോകമുണ്ട് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു മതത്തോടും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടായിരുന്നു. പക്ഷേ ക്രിസ്തീയ മതത്തോട് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു. പക്ഷേ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ട് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. അത് സ്ഥാപിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഒന്ന് ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, കേവല ചിന്തയുടെ കേവല യുക്തിയുടെ വിമർശനം. ഈ പുസ്തകത്തിലും കാന്റ് ശ്രമിച്ചത് ഈ മനുഷ്യന് മരണത്തിന് ശേഷം വേറെ ഒരു ജീവിതമുണ്ട് എന്ന് തെളിയിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകളൊക്കെ പരലോകത്തെ സിദ്ധാന്തിച്ചിട്ടുണ്ട്.
എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ചെറുപ്പക്കാർ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ പുസ്തകങ്ങൾ വരെ പറയുന്നതും. ഇംഗ്ലീഷൊക്കെ വായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഈ പുസ്തകങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും വരുത്തിച്ചിട്ടോ മറ്റോ വായിച്ച് പഠിച്ചു വെക്കുന്നത് ജീവിതത്തിൽ രസകരമായ ഒരു അനുഭവമായിരിക്കും. അത് നിങ്ങളുടെ ഈമാൻ പുതുക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നിങ്ങൾക്ക് സഹായകമായിരിക്കും എന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന യുവാക്കളായ എൻ്റെ സഹോദരന്മാരോട് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വേറൊരു സംഗതി, സ്വർഗം അവിടെ ഉണ്ട്. നേരത്തെ സ്വർഗം തയ്യാറാക്കി വെച്ചു എന്ന് വരെ ഖുർആനിലുണ്ട്, സ്വർഗവും നരകവും. എന്നാൽ പിന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ കാണാൻ കഴിയുമോ? ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ദിവസം മദീനത്തൊരു രസകരമായ രംഗമുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാചകൻ നമസ്കാരത്തിൻ്റെ ഇടയിൽ കൈ നീട്ടി കൈ ഇങ്ങോട്ട് പിൻവലിക്കുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുകയും ചെയ്തു. സഹാബത്ത് ചോദിച്ചു, എന്തിനാ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കൈ നീട്ടി? ഈ സംഭവം വെച്ചിട്ടാണ് നിസ്കാരത്തിൽ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ടായ നിസ്കാരം ബാത്തിലാവില്ല എന്ന് ഫുഖഹാക്കൾ വിധി കൽപ്പിച്ചത്. ചെറിയ തോതിലൊക്കെ കയ്യും കാലും അനങ്ങിയാലും നിസ്കാരം ബാത്തിലാവില്ല എന്ന് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രജ്ഞന്മാരെ വിധി കൽപ്പിക്കാനുണ്ടായ കാരണം ഈ ഒരൊറ്റ സംഭവമാണ്. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് നമസ്കാരത്തിൻ്റെ വേളയിൽ കൈനീട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഞാൻ നമസ്കാരത്തിൻ്റെ ഇടയിൽ കൈനീട്ടിയത് സ്വർഗത്തിലെ ഒരു മുന്തിരിക്കൊല എനിക്ക് നേരെ നീട്ടിത്തന്നു. ഞാൻ ആ മുന്തിരിക്കൊല ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി കൈ നീട്ടിയതാണ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. നീട്ടിയ കൈ തന്നെ അതിനെ തിരിച്ചു കൊണ്ടുപോയി. സ്വർഗത്തിലെ സാധനം ഭൂമിയിലൊന്ന് നട്ടു വളർത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം. സഹാബത്തിന് അതിനൊരു മുന്തിരിങ്ങ പറിച്ചു കൊടുത്തിട്ട് എന്നാ തിന്നോ, സ്വർഗത്തിൽ കായ്ക്കാൻ പോണ മുന്തിരിയാണ് എന്ന് പറയാൻ ആ ഹബീബായ നബി ആഗ്രഹിച്ചിരിക്കണം. പക്ഷെ അത് കാട്ടിയ കയ്യെന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി. അത് അള്ളാൻ്റെ ഒരു യുക്തിയാണ്. കാരണം അത് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ സംഗതി കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ പോയി കിട്ടേണ്ട സാധനത്തിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചി ഇവിടെ നിന്ന് അറിയാൻ പാടില്ല. പിന്നെന്തിനെ കാണിച്ചു കൊടുത്തത്? അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്ന്, ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗം കാണാൻ കഴിയില്ല എന്നുള്ള പൊതു തത്വത്തിന് എതിരായ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് തെളിയിക്കാൻ. ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തെ കാണാൻ കഴിയില്ല എന്നുള്ള പൊതുതത്വം, ആ പൊതുതത്വം ഒരാൾക്ക് ബാധകമല്ല. ആ ആള് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിനെ ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ സ്വർഗം കാണാൻ കഴിയുമെന്ന് ഈ സംഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടു. മറ്റൊന്ന്, നിസ്കാരത്തിൽ ചെറിയ അനക്കങ്ങളൊക്കെ ആവാൻ തെളിയിക്കലായിരിക്കാം. ഏതായിരുന്നാലും ആ സംഭവത്തിന് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് മുന്തിരിക്കൊലയ്ക്ക് വേണ്ടി കൈനീട്ടി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖിയാമത്ത് നാൾ എന്നാണ് എന്നുള്ളത് നമ്മെ അറിയിച്ചു തന്നിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു സ്വകാര്യമാണ്. അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്തു. അപ്പം അതിന് എന്താങ്ങളും ഞാനും പഠിക്കേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യൻ ഈ അടയാളം വെച്ചിട്ട് അത് അടുത്തിട്ടുണ്ടോ അല്ലേ എന്ന് വിലയിരുത്തട്ടെ എന്നാണ്. ചില ആളുകൾ ഈ ലോകത്തിൻ്റെ അന്ത്യം കണക്ക് കൂട്ടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മുടെ വിഷയത്തിൻ്റെ ഒരു താല്പര്യമായതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാം. അള്ളാഹു അതിനെക്കുറിച്ച് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. അവരത് ദൂരെയാണെന്ന് വിചാരിക്കുന്നു, നമ്മളതിനെ അടുത്തായിട്ട് കാണുകയും ചെയ്യുന്നു. ഖിയാമത്ത് നാൾ വളരെ അകലെയാണ്, വിദൂരത്താണെന്ന് അവർ കരുതുന്നു. അവർ അതിനെ അങ്ങനെ കണക്കാക്കുന്നു. നമ്മളോ കണക്കാക്കുന്നു അത് വളരെ അടുത്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു. അത് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഓർക്കണം, നമ്മുടെ നബിയുടെ ഉമ്മത്തീങ്ങൾക്ക് ആയുസ് കുറവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും. റസൂൽ പറഞ്ഞൊരു നല്ല ഉദാഹരണമുണ്ട്. അസർ മുതൽ മഗ്രിബ് വരെ അത്ര ആയുസ് എൻ്റെ സമുദായത്തിനുണ്ടാവും. ആ ഉദാഹരണം വെച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാര് പരിശോധിക്കണം. ഒരു ദിവസത്തെ ആയുസ് വെറും അസർ മുതൽ മഗ്രിബ് വരെയുള്ള ആയുസ്സായിട്ട് ചുരുങ്ങാണ്. അപ്പോൾ അതിനെ ഗണിതശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ 24:2 എന്ന് പറയേണ്ടി വരും. 24 മണിക്കൂറിന് 2 മണിക്കൂർ. അസർ മുതൽ മഗ്രിബ് വരെ ഒരു ഏകദേശം 2 മണിക്കൂർ ഉണ്ടാവും, ഏകദേശ കണക്കിന്. 24 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോൾ 24 മണിക്കൂർ ആയുസ് ഉണ്ടായിരുന്നവർക്ക് പകരം 2 മണിക്കൂർ ആയുസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 24 കൊല്ലമാണ് ആയുസ്സെങ്കിൽ മുമ്പുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഉമ്മത്തിക്ക് 2 കൊല്ലമായിരിക്കും. അത്ര കുറവുണ്ടാവും. ഈ അനുപാതം അനുസരിച്ച് കുറവുണ്ടാവും. റസൂലിൻ്റെ ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം അതാണ്.
ഭൂമിക്ക് എത്ര കൊല്ലം പഴക്കമുണ്ട് എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ടുണ്ട്. ഒരു WL സ്റ്റോബർ എന്ന ഒരു ശാസ്ത്രജ്ഞൻ ഭൂമിക്ക് നിർണയിച്ചിട്ടുള്ള പഴക്കം 3000 വർഷമാണ്. 3000 വർഷമാണ് ഈ ഭൂമിക്ക് പഴക്കമെന്ന് അദ്ദേഹം തൻ്റെ എസെൻഷ്യൽ ഓഫ് എർത്ത് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പറയുന്നു. ഭൂമിയുടെ ചരിത്രം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അമേരിക്കയിൽ നിന്നാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്നു 3000 കൊല്ലമാണ് ഭൂമിക്ക് പഴക്കം എന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഖിയാമത്ത് നാളിലേക്കുള്ള കാലഘട്ടം കണക്കുകൂട്ടാൻ വേണ്ടി അമേരിക്കയിൽ ചില ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ. അവരുടെ തലവനാണ് ഡോക്ടർ ഖലീഫ റഷീദ്. അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഭൂമിയുടെ ചരിത്രവും റസൂല് പറഞ്ഞിട്ടുള്ള അടയാളങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സ്വഭാവങ്ങളുമൊക്കെ വെച്ചിട്ട് പ്രളയം, ലോകാവസാനം എന്നതിലേക്കുള്ള കാലഗണന, അത് ഇന്ന ഡേറ്റ് എന്ന് കണക്കാക്കാൻ മനുഷ്യന് സാധിക്കില്ല. ഖുർആൻ അടിക്കടി ഓർമ്മിപ്പിച്ച കാര്യമാണ്. പക്ഷേ ഇത്രവരെ എന്നൊക്കെ തീർത്ത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും സൂചന നൽകാനെങ്കിലും കഴിയും. പ്രിയ ഡോക്ടർ ഖലീഫ റഷീദ് ഇമ്മാതിരിയുള്ള പഠനങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ ഒരു വലിയ സ്ഥാപനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കമ്പ്യൂട്ടർ സ്പീക്സ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ടു ദി വേൾഡ്. കമ്പ്യൂട്ടർ ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തോട് സംസാരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. സ്ഥാപനത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, കമ്പ്യൂട്ടർ സ്പീക്സ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ടു ദി വേൾഡ്. കമ്പ്യൂട്ടർ ദൈവീക സന്ദേശം ലോകത്തോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിനി ഈ മരിച്ചു ചെന്നാലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു ചെന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അനുഭവം ഖബറിൽ, അത് നമ്മൾ പറഞ്ഞു 3ാമത്തെ ഘട്ടമാണ്. 4ാമത്തെ ഘട്ടം പരലോകമാണ്. ഖിയാമത്ത് നാളിന് ശേഷമുള്ള ആത്മാവിൻ്റെ ഉത്ഥാനം, പുനരുത്ഥാനം. ആ പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് മഹ്ശറയാണ്. മഹ്ശറ എവിടെയായിരിക്കും? ഖുർആനും ഹദീസും വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭൂമി തന്നെ തകർക്കപ്പെട്ടിട്ട് ഇവിടെ തന്നെ മഹ്ശറ ഉണ്ടാക്കാനാണ് സാധ്യത എന്നാണ്. അങ്ങനെയാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊരു ലോകം മഹ്ശറയ്ക്ക് വേണ്ടി ഉണ്ടാക്കല്ല, ഈ ഭൂമി തന്നെ മഹ്ശറയ്ക്ക് വേണ്ടി അള്ളാഹു ഉപയോഗപ്പെടുത്താനായിരിക്കും ഉദ്ദേശിക്കുക എന്ന തോതിൽ സൂചനകളാണ് ഖുർആൻ നൽകുന്നത്. നിരപ്പായ മൈതാനിയായിരിക്കും മഹ്ശറ എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. ഭൂമി അടിച്ച് പരത്തപ്പെടുന്ന ദിവസം. മഹ്ശറയ്ക്ക് വേണ്ടി ഭൂമി അങ്ങോട്ട് അടിച്ച് പരത്തിയിട്ട് ലെവലാക്കാണ്. നല്ല നിരപ്പായ മൈതാനി എന്നാണ് മഹ്ശറയെ കുറിച്ച് പറയുന്നത്. ആ മഹ്ശറയിലേക്ക് അതാ സൂറെന്ന കാഹളത്തിൽ രണ്ടാമതും ഇസ്രാഫീൽ ഊതുകയാണ്. ആദ്യം ഒരു ഊത്തൂതി, അതോടുകൂടി ആകാശഭൂമികൾ തകർന്നു, അണ്ടകടാഹം മുഴുവൻ തകർന്നു, എല്ലാം നശിച്ചു. അള്ളാഹുവിൻ്റെ അസ്തിത്വമല്ലാത്ത മറ്റൊന്നും ബാക്കിയില്ലാതെ സകലം തകർന്നു കഴിഞ്ഞ മരിച്ചു കിടക്കുന്ന ആ ഭൂമുഖത്തിൽ നിന്ന് കാഹളം ഊതിയ ഇസ്രാഫീൽ വരെ മരിച്ചു പോവുകയാണ്. എൻ്റെ സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2 മിനിറ്റ് ആ രംഗത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന ഗോളങ്ങളും നക്ഷത്രങ്ങളും ക്ഷീരപഥങ്ങളും താരാപഥങ്ങളും ഭൂമിയും മലയും കുന്നും താഴ്വാരും കരിയും കടലും മനുഷ്യരും മക്കളും ആണും പെണ്ണും ജിന്നും മലക്കും എല്ലാം നശിച്ച് ഒരു വലിയ ശവപ്പറമ്പ് പോലെ ഈ പ്രപഞ്ചം മാറി അള്ള എന്ന ഒരേ ഒരുവൻ മാത്രം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ. ഒരു 2 സെക്കൻഡ് ഈ മൈതാനിയിൽ ഇരുന്നിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. അതുണ്ടാകാൻ പോണ സംഗതിയാണ്. ശാസ്ത്രം അത് അംഗീകരിച്ചു എന്നല്ലേ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞു. സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക് ലോകം മടങ്ങുമെന്നാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏകത്വം, ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഒന്നുക്ക് മടങ്ങുന്ന സയൻസ് പറയണത്. അത് തന്നെ നമ്മളും പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയത് അള്ളാഹുവിലേക്ക് മടങ്ങും, അവൻ മാത്രം ബാക്കിയാകും. അങ്ങനെയുള്ള രംഗത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ സമയത്ത് അതാ ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതാൻ പോവുകയാണ്. ഇസ്രാഫീലിനെ നശിപ്പിച്ചിട്ട് ഇസ്രാഫീലിനെ ഊതിപ്പിക്കുമ്പോൾ അതാ ഖബറുകൾ പൊട്ടിവിടരുകയാണ്. ഖബറുകൾക്കകത്ത് നിന്ന് കോടാനുകോടി മനുഷ്യര്, ഖബർ തന്നെ ആവണമെന്നില്ല, ഖബറല്ലാതെ ആളുകളെ മറവെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മറവെട്ടിയ സ്ഥലത്ത് നിന്ന് എങ്ങനെയായാലും അള്ളാഹ്ക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഏതായാലും മരിച്ചുപോയ കോടാനുകോടി ജനതയെ അവരുടെ വിശ്രമസ്ഥാനങ്ങളിൽ നിന്ന് അള്ളാഹു അതാ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഇസ്രാഫീൽ രണ്ടാമത്തെ ഊത്തങ്ങ് ഊതിയാൽ കൂണുകൾ മുളച്ച പോലെ ഭൂമിയുടെ നാനാ മുക്കുമൂലകളിൽ നിന്നതാ അതങ്ങ് മുളക്കുകയാണ്, മുളച്ചു പൊന്തുകയാണ്. മുളച്ചു പൊന്തിയ ആൾക്കാരിങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഇതിപ്പോൾ ഏതാ ലോകം? കോഴിക്കോട്ടങ്ങാടി എവിടെ? കോട്ടക്കച്ചന്ത എവിടെ?
നോക്കുമ്പോൾ കാണാനില്ല. അവിടെ വെച്ച് മനുഷ്യർ പറഞ്ഞു പോകുമത്രേ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. എൻ്റെ സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? അപ്പോൾ ഉറക്കവും സ്വപ്നമൊക്കെ ആയിരിക്കും ഖബറിലുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഇവിടെ ഓർക്കണം. ഖിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്നവൻ പറയാണ്, ഉറക്കത്തിനാരാ ഉണർത്തിയത്? മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ വാഗ്ദാനമല്ലേ ഇത്? ഖിയാമത്ത് നാൾ ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടില്ലേ? വിചാരണ ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടില്ലേ? മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വാക്കാണോ ഈ പാലിക്കപ്പെടുന്നത്? വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അംബിയാ മുർസലീങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആദം നബി മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടുകിടക്കുന്ന 1.25 ലക്ഷം പറഞ്ഞതിൽ തെല്ലും പൊള്ളില്ല, തെല്ലും പതിരില്ല, എല്ലാം സത്യമാണ്. ഇതാ പുലർന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് ഉണർന്നെഴുന്നേറ്റവർ പറയുകയാണ്. ആ ദിവസത്തിലെ ആളുകൾ പരസ്പരം ഓടുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഒരു മനുഷ്യൻ ഓടുകയാണ് അവൻ്റെ സഹോദരനിൽ നിന്ന്, അവൻ്റെ ഭാര്യയിൽ നിന്ന്, അവൻ്റെ ഉമ്മയിൽ നിന്ന്, അവൻ്റെ കെട്ടിയോളിൽ നിന്ന്, അവൻ്റെ കൂട്ടുകാരിൽ നിന്ന്, അവൻ്റെ ബാപ്പയിൽ നിന്ന് ഓടുകയാണ്. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ അതാ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ ഭർത്താവ് ഭാര്യയെ കണ്ടുമ്പോൾ അങ്ങോട്ട് ചെല്ലുകയല്ല, ദൂരേക്ക് ഓടിമറയുകയാണ്. എൻ്റെ കാര്യം തന്നെ കഷ്ടം, എൻ്റെ കാര്യം കഷ്ടം, എന്തെന്നില്ലാത്ത ബേജാറ്, എന്തെന്നില്ലാത്ത പ്രയാസം. അതിൽ കുടുംബത്തെ ശ്രദ്ധിക്കാൻ കഴിയില്ല, ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. ആളുകളൊക്കെ ആ ദിവസം നഗ്നരായിരിക്കും. ആളുകളെ എഴുന്നേൽപ്പിക്കുന്നത് നഗ്നതയോട് കൂടിയായിരിക്കും, നൂല് ബന്ധമില്ലാതെ, തുണിയെടുക്കാതെയായിരിക്കും. ആ സമയത്ത് ആളുകളെ എഴുന്നേൽപ്പിക്കുക ചേലാകർമ്മം ചെയ്യപ്പെടാതെയായിരിക്കും അവരെ എഴുന്നേൽപ്പിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. അത് കേട്ടപാടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നി, ധർമ്മപത്നി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവി ചോദിച്ചുവത്രേ, അല്ലാഹുവിൻ്റെ റസൂലേ, നഗ്നരായിട്ട് ആളുകളെ മഹ്ശറയിൽ എഴുന്നേൽപ്പിച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങുമിങ്ങും നോക്കൂലേ? അത് കേട്ടപാടെ ലോകഗുരു പറയുകയാണ്, ആയിഷ നീ എന്താണ് വിചാരിക്കുന്നത് ആയിഷ? നോക്കാൻ ആർക്ക് താല്പര്യം ആയിഷ? ഏറ്റവും വലിയ ബേജാറ്, ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ നടുക്കം സ്വന്തം കാര്യത്തിൻ്റെ ബേജാറിൽ ഓർത്ത് അങ്ങുമിങ്ങും നെട്ടോട്ടം ഓടുന്ന സമയത്ത് ലൈംഗിക ഭാഗങ്ങളിലേക്ക് നോക്കാനൊന്നും ഒരു മനുഷ്യനും അന്ന് താല്പര്യം കാണില്ല ആയിഷ എന്ന് ലോകഗുരു തൻ്റെ പ്രിയപ്പെട്ട പത്നിയിലൂടെ നിങ്ങളെയും എന്നെയും പഠിപ്പിച്ചിരിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. സലാത്ത് നല്ലോണം ഉച്ചത്തിൽ ചെല്ലണം. എനിക്കിങ്ങനെ ഒച്ചടാൻ എന്ത് വിഷമമുണ്ട്? മിനിഞ്ഞാന്ന് 5 മണിക്കൂർ, ഇന്നലെ 4:30 അതിന് ശേഷമാണ് ഞാനീ പറയണത്. എൻ്റെ സഹോദരങ്ങൾ സലാത്തെങ്കിലും ചൊല്ലണം. നിങ്ങൾ സലാത്ത് ചൊല്ലാതെ ഇവിടെ ഇരിക്കരുത്. സലാത്ത് നമുക്കൊരു അലങ്കാരമാണ്. നിങ്ങൾ ആ ചാൻസ് പാഴാക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലാൻ കിട്ടിയ അവസരം സുഹൃത്തുക്കളെ കൈയൊഴിക്കരുത്. സലാത്തിന് എന്ത് പുണ്യമുണ്ടെന്ന് പറയും നിങ്ങൾ. സലാത്തിൻ്റെ ഒരു പുണ്യമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ എൻ്റെ ശബ്ദം അടച്ചു പോയിരുന്നു. അടച്ച ശബ്ദം തുറന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടോ? എൻ്റെ ശബ്ദത്തിന് ഇപ്പോൾ ഒരു തകരാറുമില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹു രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള താക്കത്ത് തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ടാണ്. സലാത്ത് രോഗങ്ങൾക്ക് മരുന്നാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ആധികൾക്കും വ്യാധികൾക്കും ഒരു സിദ്ധൌഷധമാണ്. അതുകൊണ്ട് സലാത്തിനെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് വഷളത്തരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പരസ്പരം നോക്കാൻ പറ്റിയ സമയമല്ല, ബേജാറിൻ്റെ സമയമാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഖുർആൻ പറയാണ്, അന്ന് ഓരോ മനുഷ്യനും തനിക്കാൻ പോകുന്ന പണിയുണ്ട്, എടുക്കാൻ പോകുന്ന പണി ഓരോരുത്തർക്കും ഉണ്ട്. മറ്റവൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല. കോടാനുകോടി ജനങ്ങളെ മഹ്ശറ മൈതാനിയിൽ അണിചേർന്നിരിക്കുകയാണ്. ഇനി നമ്മളെ സഹോദരന്മാരെ നമ്മളത് ഓർക്കണം. ആ രംഗം
അപ്പം മഹ്ശറയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. കോടാനുകൂടി അവിടെ അണിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും റസൂല് പറയുകയാണ് അവിടെ ശബ്ദമുണ്ടാവുകയില്ല, ആരും ശബ്ദമുണ്ടാക്കുകയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസ. ഒരു ശബ്ദവും നിങ്ങൾ കേൾക്കുകയില്ല എന്ന് ആ രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, റൂഹും മലക്കുകളും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന സമയം അണിയണിയായി നിൽക്കുന്നു. ലാ യതകല്ലമൂൻ, പക്ഷെ ആരും മിണ്ടൂല. അവിടെ പോലീസ് വേണ്ട, പട്ടാളം വേണ്ട നിയന്ത്രിക്കാൻ, ട്രാഫിക് വേണ്ട, ശബ്ദം ഉണ്ടാക്കരുതെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട, മിണ്ടാൻ കഴിയില്ല. ലാ യതകല്ലമൂൻ, അന്നവരെ മിണ്ടൂല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് ആർക്കെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊഴികെ അവർക്ക് മിണ്ടാം. ചിലപ്പോൾ റസൂലൊക്കെ മിണ്ടിയെന്ന് വരും അള്ളാഹുവിൻ്റെ ഓർഡർ കൊണ്ട്. വേറെ ഒരൊറ്റ മനുഷ്യനും ഒരിഞ്ച് ഒരു വാക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പറയുകയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരന്ന് സന്തോഷത്തിലായിരിക്കും, മറ്റുള്ളവർ വിഷമത്തിലായിരിക്കും. ചൂട് കൊണ്ട് അവരിങ്ങനെ കഷ്ടപ്പെടും. സൂര്യൻ വന്ന് തലയ്ക്ക് മീതെ നിൽക്കും. 7 കൂട്ടം ആളുകൾക്ക് തണൽ നൽകപ്പെടും. ആ 7 കൂട്ടർ ആരൊക്കെയെന്നും വിശദീകരിക്കാൻ ഞാൻ ഇതുപോലൊരു സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം നമുക്കിത് മഹ്ശറ കഴിഞ്ഞാൽ സിറാത്ത് എന്ന പാലം, മീസാൻ എന്ന തുലാസ്, ജന്നത്ത് എന്ന സ്വർഗം, ജഹന്നം എന്ന നരകം, റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത്, അള്ളാഹുവിനെ കാണൽ, ഇത്രയും വിഷയങ്ങളും കൂടി പറഞ്ഞു തീർത്തിട്ട് വേണം ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് 7 കൂട്ടർക്ക് തണലൊക്കെ ഞാൻ മാറ്റിവെക്കണം. അവിടെ തണൽ കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. ആ 7 കൂട്ടർ ആരാണെന്ന് എൻ്റെ സഹോദരന്മാർ പക്ഷെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ആ 7 കൂട്ടരിൽ പെടുത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അന്ന് അവിടെ സത്യം പറയുന്ന അള്ളാഹുവിൻ്റെ അനുവാദമുള്ള ആളുകൾക്കല്ലാതെ സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷേ ബേജാറെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എല്ലാവർക്കും ബേജാറുണ്ടാവുമോ? സത്യവിശ്വാസികൾക്ക് ബേജാറുണ്ടാവുകയില്ല. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ളാഹികതും മുസ്തബ്ശിറ.